ഹായ്, കുഞ്ചൂസ് ഫുഡ് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അത് കൂടാണ്ട് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ലേറ്റായി പോയത്. നിങ്ങൾ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത് യൂട്യൂബിൽ നിന്നായിരുന്നു കേട്ടോ. ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ വളരെ കുറച്ച് വളരെ കുറച്ച് ഓർഡേഴ്സ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. യൂട്യൂബിൽ നിന്ന് എനിക്ക് ഒരുപാട് എൻക്വയറീസും ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓർഡേഴ്സിനേക്കാളും കൂടുതൽ എനിക്ക് എൻക്വയറീസാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ബിസിനസ് തുടങ്ങാൻ പോകുന്നവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് വിളിച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര വലിയ അറിവുകളൊന്നും ഇല്ല. എനിക്കറിയാവുന്ന അറിവുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെയും ഡെയിലി കുറേ എൻക്വയറീസ് വരുമ്പോഴത്തേക്കും എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുന്ന ഉപകാരമായിരിക്കുമല്ലോ. ക്യാമറ അവിടെ ആണെങ്കിൽ എനിക്ക് ഇവിടെ നോക്കി സംസാരിക്കാനാണ് കേട്ടോ ഒരു ടെൻഡൻസി. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തോപോലെ തോന്നും ഇങ്ങനെ നോക്കി ചെയ്യുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ബിസിനസ് പാരമ്പര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്കറിയാവുന്ന കുറച്ച് അറിവുകളാണ്. അപ്പോൾ അത് എനിക്ക് എന്നോട് ചോദിച്ചിട്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആർക്കും തന്നെ ഞാനൊരു റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല. ചില ആൾക്കാർക്ക് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീഡിയോ ലിങ്ക് ഇട്ട് തരുന്നത്. കാരണം അത്രയ്ക്ക് എനിക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ട്. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം നമുക്ക് ഈ ബിസിനസ് നടന്നു പോകണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും മെസ്സേജ് ചെയ്താൽ മതി, ഞാനിപ്പോൾ റിപ്ലൈ ചെയ്തു തരാം. അപ്പം ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള കുറേ വീട്ടമ്മമാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ലൈസൻസുകളാണ് ഇതിന് വേണ്ടതെന്നുള്ളത്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു രജിസ്ട്രേഷനാണ് വേണ്ടത്. അപ്പം നമ്മൾ സാധാരണ ആൾക്കാർ വീട്ടിൽ ചെറുകിട സംരംഭമായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ മതി. പക്ഷേ നമ്മൾ പൊതുവേ പറയുന്നത് ലൈസൻസ് എന്നാണ്. നിങ്ങൾക്ക് ഫുഡിൻ്റെ ലൈസൻസ് ഉണ്ടോ, ഫുഡ് ആൻഡ് സേഫ്റ്റിൻ്റെ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ആക്ച്വലി നമുക്ക് വേണ്ടത് ലൈസൻസ് അല്ല, രജിസ്ട്രേഷനാണ് വേണ്ടത്. അതായത് വാർഷിക വിറ്റുവരവ് 12 ലക്ഷത്തിന് താഴെ. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും വാർഷിക വിറ്റുവരവ് 12 ലക്ഷത്തിൽ ഉണ്ടാവില്ല. ചെറുകിട സംരംഭത്തിൻ്റെ കാര്യമായിട്ട് പറഞ്ഞാൽ. അല്ലാണ്ട് വലിയ ഫാക്ടറി ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ആദ്യം തന്നെ അങ്ങനത്തെ ഒരു ടേൺ ഓവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഒരു 12 ലക്ഷത്തിന് താഴെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ആദ്യം വേണ്ടത് രജിസ്ട്രേഷനാണ്. FSSAIൻ്റെ രജിസ്ട്രേഷൻ. അതിന് നമുക്ക് ഒരു 1 ഇയറിലേക്ക് 100 രൂപ മാത്രമേ ആവുന്നുള്ളൂ. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്കതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും അക്ഷയയിലോ അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിലോ പോയിട്ട് നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. 100 രൂപയാണ് 1 ഇയറിലേക്ക്. ഞാൻ എടുത്തിരിക്കുന്നത് 5 വർഷത്തേക്കാണ് കേട്ടോ. 5 വർഷത്തേക്കാകുമ്പോൾ 500 രൂപയാണ്. അതാണ് കുറച്ചും കൂടെ നല്ലത്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നാലോ അത് നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. മാത്രമല്ല, നമുക്ക് 5 ഇയേഴ്സിലേക്ക് വേണ്ടിയിട്ട് വെറും 500 രൂപ മാത്രമല്ലേ ആവുന്നുള്ളൂ. നമുക്കതാണ് കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ ഈ 100 രൂപയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അത് റിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ നല്ലത് 500 രൂപ കൊടുത്തിട്ട് ഒരു 5 വർഷത്തേക്ക് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എടുക്കുന്നതിന് നമ്മുടേത് ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിന് ഒരു മാസം മുൻപ് തന്നെ റീഅപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് സെയിം നമ്പറിൽ തന്നെ വീണ്ടും ആ FSSAIൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 12 ലക്ഷത്തിന് താഴെ വിറ്റുവരവുള്ള ആൾക്കാരുടെ കാര്യമായിട്ടാണ് പറഞ്ഞത്. അവരാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ഇനി 12 ലക്ഷത്തിന് മുകളിലാണ് വാർഷിക വിറ്റുവരെങ്കിൽ നമ്മൾ ലൈസൻസാണ് എടുക്കേണ്ടത്. സ്റ്റേറ്റ് ലൈസൻസാണ് എടുക്കേണ്ടത്. സ്റ്റേറ്റ് ലൈസൻസ് എടുക്കുമ്പോഴത്തേക്കും അതിന് 2000 രൂപയാണ് ആവുന്നത്. ഒരു വർഷത്തേക്ക് 2000 രൂപയാണ് ആവുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന വലിയ ഫാക്ടറി ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയും. നമ്മളിപ്പോൾ സാധാരണക്കാർ ജസ്റ്റ് വീട്ടിൽ തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഇപ്പം അത് 12 ലക്ഷത്തിന് മുകളിലുള്ളതാണ് കേട്ടോ. 20 കോടിക്കും 12 ലക്ഷത്തിനും മുകളിലുള്ളത്. 20 കോടിക്കും മുകളിലാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ലൈസൻസാണ് എടുക്കേണ്ടത്. അതിന് 7500 രൂപയാണ്. ഇപ്പം നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ വേണ്ടത് പാക്കർ ലൈസൻസാണ്. ഞാൻ എന്താ പറയുക പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ആൾക്കാർ കുറേ കമൻറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ വലിച്ചു നീട്ടി പറയുന്നത്. ആക്ച്വലി എൻ്റെ കുക്കിംഗ് വീഡിയോയിൽ പോലും ഞാൻ വലിച്ചു നീട്ടി സംസാരിക്കാറില്ല. പെട്ടെന്ന് ആ റെസിപ്പീസ് എല്ലാം പറഞ്ഞ് ആൾക്കാരെ ബോറടിപ്പിക്കാതെ പെട്ടെന്ന് പറഞ്ഞു പോകണമെന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ചുമ്മാ വീഡിയോൻ്റെ നീട്ടം കൂട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഇരുന്ന് വർത്താനം പറഞ്ഞ് നശിപ്പിക്കാറില്ല. എങ്കിലും അങ്ങനെ ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ FSSAIൻ്റെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പാക്കർ ലൈസൻസാണ്. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു പാക്കർ ലൈസൻസ് എടുക്കാൻ നേരത്ത്. ഞാൻ ഈ ലൈസൻസൊക്കെ ഒരു ഏജൻസിനാണ് എടുക്കാൻ ഏൽപ്പിച്ചിരുന്നത്. കാരണം എനിക്ക് കുഞ്ഞുണ്ടായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഓടേണ്ടത് കാരണം ഞാൻ എന്തെടുത്തു, ഇത് ഒരു ഏജൻസിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മളിതൊന്നും അറിയണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുമല്ലോ എന്ന് ഓർത്തു.
അപ്പോൾ FSSAൻ്റെ രജിസ്ട്രേഷൻ എനിക്ക് പെട്ടെന്ന് തന്നെ, അതായത് പണ്ടൊക്കെ ഒരുപാട് സമയം ലേറ്റ് ആവുമെങ്കിൽ ഇപ്പോൾ ഒരു 2-3 ഒരു മാക്സിമം പോയാലും ഒരു 5 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അപ്പോൾ അത് കിട്ടി. അപ്പോൾ ഞാൻ പാക്ക് ലൈസൻസും കൂടെ കൊടുത്തു. ആക്ച്വലി നമ്മളൊരു പാക്ക് ലൈസൻസ് എടുക്കുന്നതിൻ്റെ ഫീ എന്ന് പറയുന്നത് 750 റുപ്പീസാണ്, 750 രൂപയാണ് അതിൻ്റെ ഫീ. നമുക്ക് ആജീവനാന്തം അത് മതി കേട്ടോ. നമ്മൾ ഈ FSSAൻ്റെ രജിസ്ട്രേഷൻ എടുക്കുന്ന പോലെ അത് പുതുക്കേണ്ട ആവശ്യമില്ല, റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എത്രയും കാലം നമ്മൾ ബിസിനസ് ചെയ്യുന്നു അത്രയും കാലം നമുക്ക് ഈ പാക്ക് ലൈസൻസ് ഒരെണ്ണം മതി. നമുക്ക് ഒരൊറ്റ ലൈസൻസ് എടുത്താൽ മതി, അത് റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 750 ആണ്. അപ്പം ഞാൻ ഈ ഏജൻസിക്ക് കൊടുത്തപ്പോഴും അവർ ഫീസ് എന്ന് പറയുന്നത് 750 റുപ്പീസാണ്. അവരുടെ സർവീസ് ചാർജ് എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. ഫീസിനേക്കാൾ കൂടുതൽ സർവീസ് ചാർജ്. കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി. എങ്കിലും ഞാൻ ഓർത്തു, ഞാൻ ഇതിന് മുൻപ് നടന്നപ്പോൾ കുറേ അതിൻ്റെ പുറകെ പഞ്ചായത്തിലും ഒക്കെ ആയിട്ട് കുറേ നടക്കേണ്ടി വന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നതിന് മുൻപ് ഒരു ബിസിനസ് ഇതുപോലെ തന്നെ പിക്കലിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ആ സമയത്ത് നടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് ഓടണമല്ലോ, അപ്പോൾ ഓക്കെ 1000 ആണ് സർവീസ് ചാർജെങ്കിൽ അത് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം തന്നെ ഞാൻ പേ ചെയ്തു. ഇത് 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 2 മാസം കഴിഞ്ഞു. 3-ാമത്തെ മാസം ആറായപ്പോഴത്തേക്ക് ഞാൻ ഇവരോട് ചോദിച്ചു, എന്താണ് ഇതുവരെ ഇത് റിപ്ലൈ ഒന്നും തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സൈറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞു. സാധാരണ ഇങ്ങനത്തെ ഗവൺമെൻറ് സൈറ്റുകളിൽ ചെറിയ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അപ്പോൾ അങ്ങനെ സംഭവിച്ചായിരിക്കും എന്ന് ഓർത്തു. ഒരു 1 വീക്ക് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 1 വീക്ക് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഒരു 1 വീക്കും കൂടെ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത 1 വീക്കായി. അപ്പോൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് കുറച്ച് ബുദ്ധിമുട്ട്, ഇങ്ങനെ സൈറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്, ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണ്, ഞങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്, അവിടുന്ന് റിപ്ലൈ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, എന്തായാലും മാഡം ഒരു ആഴ്ച കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരെന്നോട് പറയാണ് കുറച്ച് ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് എന്നിട്ട് പറയുകയാണ് ഈ ഡോക്യുമെൻറ്റ്സൊക്കെ ഒന്ന് അയച്ചു തരാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരിത് അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. ഈ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ അവരെങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്ന് പറയുന്നത്. അവർ പറഞ്ഞ് 750 റുപ്പീസ് അവർ അടച്ചു, അപ്ലൈ ചെയ്തു എന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ട, ഞാൻ അയച്ച പൈസ എനിക്ക് റീഫണ്ട് ചെയ്ത് തരാൻ പറഞ്ഞു. അവർ റീഫണ്ട് ചെയ്ത് തന്നിട്ട് പറഞ്ഞു ഫീസൊക്കെ ഞങ്ങൾ ഓൾറെഡി അടച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഫീസ് അടച്ചിട്ടില്ല, ഇതുവരെ ഇതിന് അപ്ലൈ പോലും ചെയ്തിട്ടില്ല. കാര്യം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും ഡോക്യുമെൻറ്റ്സ് എൻ്റെ ഇരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഇല്ലാണ്ട് എങ്ങനെ ഇവർ അപ്ലൈ ചെയ്തു. പിന്നെ അവർ റിപ്ലൈ ചെയ്തില്ല. ഞാനിങ്ങനെ സംസാരിച്ചതിന് ശേഷം അവർ റിപ്ലൈ ചെയ്തിട്ടില്ല. ഞാനിത് പിറ്റേ ദിവസം തന്നെ അക്ഷയയിൽ കൊണ്ടുപോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് 750 റുപ്പീസിൻ്റെ കൂടെ എന്തെങ്കിലും അവരുടെ സർവീസ് ചാർജ് മാത്രം കൊടുത്താൽ മതി, നമുക്ക് പാക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ പാക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്ലൈ ചെയ്തു. പിറ്റേ ദിവസം എന്നെ ലീഗൽ മെട്രോളജിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ FSSAൻ്റെ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം 90 ദിവസം കഴിഞ്ഞുപോയി. 90 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പാക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമാണ്. കാര്യം നിങ്ങൾ ഓൾറെഡി പാക്ക് ചെയ്ത് വിൽക്കുന്നു. നമ്മളിപ്പോൾ ഒരു സാധനം നമുക്ക് പാക്ക് ചെയ്ത് അതിൽ ലേബൽ ഒട്ടിച്ച് വിൽക്കണം എന്നുണ്ടെങ്കിൽ പാക്ക് ലൈസൻസ് മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ലൈസൻസ് ഇല്ലാതെയാണ് ഇത് വിൽക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ 5000 റുപ്പീസ് പിഴ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞാനിത് അതായത് മാനുഫാക്ചർ ചെയ്ത് ഞാനിതൊരു വിറ്റ് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ കുറേ ഞാനിങ്ങനെ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു എന്നാൽ ഞാനൊരു ഫോം അയച്ചു തരാം, ആ ഫോമിൽ നിങ്ങൾ ഇതുവരെ ഇത് സപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്ന് ഒരു സാക്ഷ്യപത്രം എഴുതി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കൂ. ഇത് ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. എന്നാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാനിത് വന്ന് ഓക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഞാനും കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനിത് പിറ്റേ ദിവസം പിന്നെയും അക്ഷയയിൽ ചെന്നിട്ട് ഇതിൻ്റെ സാധനങ്ങളെല്ലാം എല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഈ ഒരു പേപ്പറും കൂടെ വെച്ച് അയച്ചു. പക്ഷേ പേപ്പറും കൂടെ വെച്ച് അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ സാറിനെ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് എനിക്കറിയത്തില്ല, ചിലപ്പോൾ നിങ്ങൾ 5000 രൂപ പിഴ അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. നമ്മൾ സാറേ എനിക്കിങ്ങനെ പെനാൽറ്റി അടയ്ക്കേണ്ടി വരുമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സംരംഭം ഇനി മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. കാര്യം ഒരുപാട് പൈസ ഉണ്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത്. അവിടുന്ന് ഇവിടുന്ന് നമ്മൾ എല്ലാവരെയും പോലെ തന്നെ സ്വരുക്കൂട്ടി വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്, ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെയൊക്കെ എക്സ്ട്രാ പെനാൽറ്റിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ സംരംഭം ഇവിടെ വെച്ച് ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു എന്തായാലും ഞാൻ അയച്ചു നോക്കാം, ബാക്കി നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അയച്ച് കുറേയൊക്കെ കഴിഞ്ഞ് കുറച്ചാളൊക്കെ ദിവസം കഴിഞ്ഞപ്പോൾ ഇവാലുവേറ്റഡ് എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. അപ്പോൾ സാറിനോട് പറഞ്ഞത് ലീഗൽ മെട്രോളജിയിൽ സാറിനോട് പറഞ്ഞത് ഇവാലുവേറ്റഡ് എന്നാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി സെല്ല് ചെയ്തോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സെല്ല് ചെയ്യുന്നുണ്ട്. പിന്നെ അതാണ് പറഞ്ഞത്. ഇപ്പോൾ പ്രത്യേകം ഞാനത് പറയാൻ കാര്യം, നിങ്ങൾ FSSAൻ്റെ ലൈസൻസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പാക്ക് ലൈസൻസിനും കൂടെ അപ്ലൈ ചെയ്യുക. എനിക്ക് പറ്റിയ പോലെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ FSSAൻ്റെ രജിസ്ട്രേഷൻ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണം. കാര്യം ഇതൊക്കെ എന്നോട് ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്നത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നൊക്കെ ഉള്ളത് കാര്യം. നമുക്ക് FSSAൻ്റെ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, ഫോട്ടോ വേണം, പിന്നെന്താണ് നിങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ റെൻ്റൽ എഗ്രിമെൻറ്റ് വേണം, പിന്നെ ടാക്സ് കരമടച്ച രസീത് വേണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത അക്ഷയയിൽ ചോദിക്കുകയാണെങ്കിൽ അവർ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും. എന്നിട്ട് നിങ്ങളത് അനുസരിച്ച് ചെയ്താൽ മതി.
നമുക്ക് പാക്ക് ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ പാക്കർ ലൈസൻസ് നമുക്ക് കിട്ടുന്ന ലീഗൽ മെട്രോളജി എന്നാണ് കേട്ടോ. അപ്പോൾ നേരത്തെയൊക്കെ കുറേ നൂലാമലകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ അതായത് ഒരു 5 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഓൾറെഡി ഇതേപോലെ ഒരു പിക്കിളിൻ്റെ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ സ്മെല്ലും അച്ചാറിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറേ ഒരു 3-4 മാസത്തോളം എനിക്കത് മാറ്റി വയ്ക്കേണ്ടി വന്നു. പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയില്ല. അങ്ങനെ അത് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ കുഞ്ചു ജനിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്, 5 ഇയേഴ്സ് കഴിഞ്ഞിട്ടില്ല, 5 ഇയർ ആയി. കുഞ്ചു ജനിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പുതിയതായിട്ട് തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് എനിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ വന്നു. അപ്പോൾ കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി എന്നുള്ള പേരിൽ തന്നെ നമ്മുടെ പുതിയ സംരംഭം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത്രയാണ് കേട്ടോ. എല്ലാവരും ഇതൊക്കെ ചോദിക്കാറുണ്ട്, വിളിച്ച് എല്ലാവരോടും പറയാറുണ്ട്. കുറേ ആൾക്കാർക്കൊന്നും റിപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്നും ചിലപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, ബോറടിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. ഇതൊക്കെ കേൾക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. കാര്യം പുതിയതായിട്ട് സംരംഭം തുടങ്ങുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ പാക്ക് ലൈസൻസിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ എഴുതിയെടുത്തിട്ടാണ് കേട്ടോ പറയുന്നത്. കാര്യം മറന്നു പോകണ്ടെന്ന് ഓർത്തിട്ട്. നമ്മുടെ ഫോട്ടോ വേണം. അത് നമ്മുടെ FSSൻ്റെ രജിസ്ട്രേഷൻ ഫോട്ടോ വേണം കേട്ടോ. ഫോട്ടോ വേണം, ID പ്രൂഫ് വേണം, അതായത് ആധാർ, പാൻ കാർഡ് പോലുള്ള ID പ്രൂഫുകൾ വേണം. പിന്നെ ബിസിനസ് പ്രൂഫ് വേണം. നിങ്ങൾ FSSൻ്റെ രജിസ്ട്രേഷൻ്റെ ആ പേപ്പർ വയ്ക്കണം. അത് മതി നിങ്ങളുടെ ബിസിനസ് പ്രൂഫായിട്ട്. പിന്നെ ബിൽഡിംഗ് ടാക്സ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പേരിലാണ് നിങ്ങളുടെ വീടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു NOC വേണം, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഈ വീട്ടിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് എതിർപ്പില്ല എന്നുള്ളൊരു NOC സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ അക്ഷയ ചെന്ന് ചോദിച്ചാൽ മതി, അവരെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരും. പിന്നെ ഇതിന് നമുക്ക് ടാക്സ് അടച്ച രസീതും കരമടച്ച രസീതും ഒക്കെ ഇതിന് നമ്മൾ പാക്ക് ലൈസൻസിന് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫീസ് ഞാൻ പറഞ്ഞല്ലോ 750 ആണ് അതിൻ്റെ ഫീസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ജസ്റ്റ് ഒരു വീട്ടിലൊരു ചെറിയ സംരംഭം തുടങ്ങുന്നതിന് വേണ്ട ലൈസൻസ്. FSSൻ്റെ രജിസ്ട്രേഷനും പാക്കറ്റ് ലൈസൻസും മാത്രം മതി. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ലൈസൻസൊക്കെ വേണമായിരുന്നു. ഇപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളൊരു റൂമിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതൊന്നും വേണ്ട എന്നാണ് എൻ്റെ അറിവ്. അല്ല, വീടിനോട് ചേർന്ന് മറ്റൊരു ഷെഡോ അല്ലെങ്കിൽ വീട്ടിലല്ലാണ്ട് വീടിനോട് കോമ്പൗണ്ടിൽ തന്നെ മറ്റു ഷെഡോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂമോ പണിതിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിനെ അറിയിക്കണം. പഞ്ചായത്തിൻ്റെ ലൈസൻസും അവരുടെ എന്താ പറയുന്നത്, അവർ വന്ന് എൻക്വയറി ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾ വെള്ളം യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെള്ളം പരിശോധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മൾ ഫുഡിൻ്റെ ആണല്ലോ ചെയ്യുന്നത്, നിങ്ങൾ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ സ്റ്റാഫുകളുണ്ടെങ്കിൽ അവർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. യാതൊരുവിധ സാംക്രമിക രോഗങ്ങളില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും. ഒരു ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയിങ് മെഷീൻ്റെ ആവശ്യമുണ്ടോ. കാര്യം അവർ 250 ബോട്ടിലാണ് പിക്കിൾ ചെയ്യുന്നത്. അപ്പോൾ 250 ബോട്ടിൽ 250 ഗ്രാമല്ലേ ഓൾറെഡി കണ്ടെയ്ൻ ചെയ്യത്തുള്ളൂ. പിന്നെ ഒരു വെയിങ് മെഷീൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. വെയിങ് മെഷീൻ്റെ ആവശ്യമുണ്ട്. കാര്യം എല്ലാ പിക്കിളും നമുക്ക് ആ ഒരളവിൽ ഈ ബോട്ടിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോൾ നെല്ലിക്ക പോലുള്ള വലിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 1-2 നെല്ലിക്കായിട്ടാണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അത് നിങ്ങളെങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചൊഴിച്ച് 250 ഗ്രാം വരെ നമുക്ക് നോക്കാം. ഇതുപോലെ വലിയ വലിയ പീസുകളായിട്ട് കിടക്കുന്ന സാധനങ്ങളാണെങ്കിൽ നമുക്കത് അതിൻ്റെ വെയിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വെയിങ് മെഷീൻ വേണം. വെയിങ് മെഷീന് ഇപ്പോൾ 7 കിലോ വരെയൊക്കെ തൂങ്ങുന്നതിന് 10-250 രൂപയൊക്കെ ഓൺലൈനിൽ ഇഷ്ടം പോലെ കിട്ടും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങി വെച്ചിട്ട് അത് മസ്റ്റായിട്ട് വേണം. കാര്യം നമുക്ക് എപ്പോഴെങ്കിലും ചെക്കിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിങ് മെഷീൻ പോലും ഇല്ലാതാണോ നിങ്ങൾ സെല്ല് ചെയ്യുന്നതെന്ന് ചോദിക്കും. മാത്രമല്ല ചെക്കിങ് ഉണ്ടാകുന്ന സമയത്ത് ഓൾമോസ്റ്റ് ചെക്കിങ്ങിന് ഉണ്ടാവില്ല ചെറുകിട സംരംഭങ്ങളിൽ, എന്നാലും നമ്മളെല്ലാം കറക്റ്റായിട്ട് തന്നെ നമ്മൾ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ടെൻഷനില്ലാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ വെയിങ് മെഷീൻ നമ്മുടെ പ്രോഡക്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു 5 പാക്കറ്റ്, ഇപ്പോൾ 200 ഗ്രാമിൻ്റെ 5 പാക്കറ്റ് ആണെങ്കിൽ 200 ഗ്രാം അവർ 5 പാക്കറ്റിൽ ഒരു പാക്കറ്റ് മാത്രം 199 ഗ്രാം ആണെങ്കിൽ അത് ഓക്കെ, അവർ നെഗ്ലിജിബിൾ ആണ്, അത് അവർ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഇതിൽ ഒരു 3 പാക്കറ്റിലും നിങ്ങൾ അളവ് കുറവാണ്, അതായത് 1 ഗ്രാമെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റായിട്ട് നമ്മൾ ഇപ്പോൾ 200 ഗ്രാമിൻ്റെ ആണെങ്കിൽ ഞാനാണെങ്കിൽ 210 220 ഒക്കെ ഇട്ടിട്ടാണ് പാക്ക് ചെയ്ത് വിടുന്നത്. കാര്യം ഒട്ടും കുറവല്ല, കൂടുതലായിട്ട് ചെയ്യത്തുള്ളൂ. കുറച്ചെങ്കിലും കൂടുതലായിട്ട് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് നല്ലതായിട്ട് വരിക. കാര്യം പിന്നീട് ഒരു ചെക്കിങ്ങിൽ വരുമ്പോഴത്തേക്കും നമുക്കതൊരു പ്രോബ്ലം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് എൻ്റെ ബോട്ടിൽസൊക്കെ ഞാൻ എവിടെ നിന്നാണ് മേടിച്ചിട്ടുള്ളത്, പാക്കേജിങ് മെറ്റീരിയലൊക്കെ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ബോട്ടിൽസ് മേടിച്ചിട്ടുള്ളത്
നമ്മുടെ A to Z പാക്കേജിങ് ചേരാനല്ലൂരുള്ള ഫേമിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ അഡ്രസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഞാൻ ഇവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ നിന്നാണ് അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കയറി നിങ്ങൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ അവരുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവിടെ നിന്നാണ് ബോട്ടിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ബോട്ടിൽസ് മാത്രമല്ല, കുറേ പാക്കേജിങ് മെറ്റീരിയൽസ് അവർക്കുണ്ട്. കേക്ക് ചെയ്യുന്നവർക്കും പിക്കിൾസ്, മസാല, സ്നാക്സ് ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള മെറ്റീരിയൽസും അവിടെ ഉണ്ട്. ഹെയർ ഓയിൽ ചെയ്യുന്നതിൻ്റെ ബോട്ടിൽസ്, അങ്ങനെ എല്ലാ ടൈപ്പ് ബോട്ടിൽസും അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അതിനകത്ത് നോക്കിയാൽ കിട്ടും. ഞാൻ അതിൻ്റെ അഡ്രസ്സ് മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ലേബൽസ് എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ക്യാൻവ എന്ന് പറയുന്ന ആപ്പിൽ കയറിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ പിക്കിൾസിൻ്റെയും സ്നാക്സിൻ്റെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലേബിൾസ്. അതിപ്പോൾ അങ്ങനെ ഒരു ബൾക്കായിട്ട് നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ അത്രയും സാധനങ്ങൾക്കൊന്നും ലേബൽ പുറത്ത് കൊടുത്ത് ചെയ്യിക്കാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തു. പക്ഷേ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. നമ്മുടെ പാക്കേജിനെ പറ്റിയും നമ്മുടെ ലേബിൾസിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഇൻ്റർനാഷണൽ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പ്രോഡക്റ്റിലും പാക്കിങ്ങിലും എന്ന് പറഞ്ഞിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് എനിക്കൊരു അബദ്ധം പറ്റിയൊരു എറണാകുളത്തേക്കൊരു ഒരു ബിഗ് ഓർഡർ ആയിരുന്നു അത്. എൻ്റെ ലൈഫിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് അത്. പിക്കിൾസും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊരു 2 ബോട്ടിൽ പിക്കിള് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അതെനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ ഒരു ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. എനിക്കത് ഉറക്കം പോലും വന്നിട്ടില്ല അന്നത്തെ ദിവസം. ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവം പറ്റുക. അതെന്താണ് ഇവർ ഡെലിവറി ചെയ്തവർ വലിച്ചെറിഞ്ഞതോ, ഒരു വലിയ ബോക്സ് ആയിരുന്നു. അതൊക്കെ എങ്ങനെ വലിച്ചെറിഞ്ഞെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എന്തോ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും എഫോർട്ട് എടുത്താണ് പാക്ക് ചെയ്യുന്നത്. പാക്കേജിങ് മെറ്റീരിയലിന് തന്നെ എനിക്ക് നല്ലൊരു എമൗണ്ട് ചിലവാകുന്നുണ്ട്. ബബിൾ റാപ്പും ഒക്കെ ഇട്ടിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ ഇട്ടിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നത്. എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു. അതെനിക്കറിയത്തില്ല എന്ത് സംഭവിച്ചാണെന്ന്. അതിന് ശേഷം ഞാൻ അയച്ചിട്ടുള്ള കുറേ പേർക്ക് ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽസിലാണ് അയച്ചത്. കാര്യം എനിക്ക് ഭയങ്കര ടെൻഷൻ. അത് അങ്ങ് എത്തുന്നവരെ അത് എത്തുമോ അല്ലെ പൊട്ടിപ്പോകുമോ എന്നുള്ള പേടിയുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടായതിനു ശേഷമാണ് അങ്ങനെ ഒരു പേടി വന്നത്. പിന്നെ ചില ആൾക്കാർ പ്രത്യേകമായിട്ട് പറയും ഞങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ വേണ്ട. പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ന് പറയുന്നത് ഫുഡ് ഗ്രേഡിൻ്റെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ, അല്ല ചുമ്മാ ലോക്കൽ പ്ലാസ്റ്റിക് ഒന്നും അല്ല. ഫുഡ് ഗ്രേഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാസ്റ്റിക്കിലാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ പറയും പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇതേപോലെ ഗ്ലാസ് ബോട്ടിൽ തന്നെ വേണം എന്ന് പറയുന്ന ആൾക്കാർക്ക് ഗ്ലാസ് ബോട്ടിൽ തന്നെ അയക്കും. പക്ഷേ റിസ്ക് അവരുടെയാണ്. ഞാനവരോട് പ്രത്യേകം പറയും എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി, ഗ്ലാസ് ബോട്ടിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളുടെ റിസ്ക്കിൽ ഞാൻ അയക്കത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ അവർ ഓക്കെ സാരമില്ല, ഞങ്ങൾക്ക് അച്ചാറ് ഗ്ലാസ് ബോട്ടിൽ തന്നെ വേണമെന്ന് പറയുന്നവർക്ക് അങ്ങനെ അയച്ചു കൊടുക്കും. അപ്പം ബോട്ടിൽസിൻ്റെ കാര്യത്തിലുള്ള സംശയങ്ങളൊക്കെ മാറിയല്ലോ അല്ലേ. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബിസിനസ്സിൻ്റെ നെയിം വേണമെന്നാണ്. നമുക്ക് ഒരു പേര് വേണം. കാര്യം നമുക്ക് FSSAIൻ്റെ രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഫേമിൻ്റെ പേര് കൊടുക്കണം. നമുക്ക് ഒരു പേരും ഇല്ലാതെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു പേര്, എന്തെങ്കിലും നിങ്ങളുടെ പേരിട്ടാണെങ്കിലും നിങ്ങളൊരു ബിസിനസ്സിന് പേര് മസ്റ്റായിട്ട് വേണം. അല്ലാതെ ചുമ്മാ ഈ ലേബിളൊന്നും ഒട്ടിക്കാണ്ട് ചുമ്മാ കൊടുക്കുന്ന അച്ചാറിന് പേരിടത്തില്ലായിരിക്കും. പക്ഷേ അത് ചെക്കിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലമാണ്. കാര്യം നമ്മൾ പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ടോ അതിന് പേര് വേണം. വേറെ ഒരുപാട് കാര്യങ്ങൾ ലേബിൾസിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഞാനതൊക്കെ പറഞ്ഞുതരാം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടൊരു പേര് വേണം. ഇതൊരാൾ ചോദിച്ചുകൊണ്ട് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ലേബിൾസിൽ എന്തൊക്കെ വേണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേബിൾസിൽ എന്തൊക്കെ വേണം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ബ്രാൻഡ് നെയിമാണ്. ഇപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് ആകുമ്പോൾ കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി. അപ്പോൾ കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഏതാണെന്ന് വെച്ചാൽ കൊടുക്കണം. കാര്യം എന്തെങ്കിലും ഒരു ആൾക്കാർ ചോദിക്കുമ്പോഴത്തേക്ക് ഏത് സാധനമാണെന്ന് ചോദിച്ചാൽ അതിനൊരു ബ്രാൻഡ് നെയിം വേണമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ ആൻസറാണ് കേട്ടോ ഇത്. ബ്രാൻഡ് നെയിം വേണമെന്നുള്ളത് വേണം. പിന്നെ വേണ്ടത് ഭക്ഷണത്തിൻ്റെ പേര് എഴുതണം. ഇപ്പോൾ മാംഗോ പിക്കിളാണെങ്കിൽ മാംഗോ പിക്കിൾ, ഫിഷ് പിക്കിളാണെങ്കിൽ ഫിഷ് പിക്കിൾ, മിച്ചറാണെങ്കിൽ മിച്ചർ, ഏതാണ് സാധനം എന്ന് വെച്ചാൽ അത് മെൻഷൻ ചെയ്യണം, ഇന്ന സാധനമാണ് എന്നുള്ളത്. പിന്നെ വേണ്ടത് ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റാണ് കേട്ടോ. നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. മാങ്ങയാണെങ്കിൽ മാങ്ങ, നാരങ്ങ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ മുളക്, മല്ലി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എഴുതണം. പിന്നെ വേണ്ടത് ന്യൂട്രീഷൻ ഫാക്ടേഴ്സാണ്. എത്ര പ്രോട്ടീൻ എത്ര അങ്ങനെ എഴുതുമല്ലോ. നിങ്ങൾ ഒരു ലേബിൾ നേരത്തെ ഒന്നും ഞാൻ നോക്കത്തില്ലായിരുന്നു, ഇപ്പൊക്കെ എല്ലാം ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങളൊരു ബോട്ടിൽസ് എടുക്കണമെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ന്യൂട്രീഷൻ ഫാക്ടേഴ്സ് ഇതുണ്ടാവും. ഇതിലെത്രയാണ് പ്രോട്ടീൻ, എത്രയാണ് കൊളസ്ട്രോൾ, എത്രയാണ്, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് വേണം. പിന്നെ വേണ്ടത് വെജാണോ നോൺ വെജാണോ എന്നുള്ളതാണ്. വെജാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒരു ഗ്രീൻ കളറിലെ മാർക്ക് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ അത് മസ്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. വെജ് ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറും, നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ ബ്രൗൺ കളറുമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ബ്രൗൺ കളറിൽ റൗണ്ട് അല്ല വരുന്നത്,
ഒരു ട്രയാങ്കിളാണ് വരുന്നത്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ബ്രൗൺ കളറിലെ റൗണ്ടിലുള്ളതും ഗ്രീൻ കളറിലുള്ളതും കൂടെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് നോൺ വെജ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോൺ വെജിനെല്ലാം ഈ റൗണ്ട് മാറ്റിയിട്ട് ട്രയാങ്കിൾ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ ബ്രൗൺ കളറിലെ ട്രയാങ്കിളിലുള്ള സിമ്പിൾ കൊടുക്കുക. അപ്പോൾ അതാണ് പിന്നെ വേണ്ടത്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഫുഡ് അഡിറ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായാലും മെൻഷൻ ചെയ്യണം. ഇപ്പോൾ ചില ആൾക്കാർ പ്രിസർവേറ്റീവ് യൂസ് ചെയ്യാറുണ്ടല്ലോ, ക്ലാസ് 2 പ്രിസർവേറ്റീവ്, പെർമിറ്റഡ് ഫുഡ് കളേഴ്സ്, അങ്ങനെയുള്ള ഫുഡ് കളറോ പ്രിസർവേറ്റീവ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞാനത് മെൻഷൻ ചെയ്തിട്ടുമില്ല. പിന്നെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ അഡ്രസ്സ് വേണം. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, അത് നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് മാനുഫാക്ചർഡ് ബൈ കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി ഫുൾ അഡ്രസ്സ് കാര്യങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ റീപാക്ക് ചെയ്ത് കൊടുക്കുമല്ലോ, വേറൊരു ആൾക്കാർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പാക്ക് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ആരാണോ ആ സാധനം ഉണ്ടാക്കിയ ആൾക്കാർ, ഇപ്പോൾ വേറൊരു ഫേമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അവരുടെ ഫുൾ അഡ്രസ്സ് കൊടുക്കണം. ആരാണോ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് അവരുടെ ഫുൾ അഡ്രസ്സ് കൊടുക്കണം. നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ പാക്കിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ പാക്ക്ഡ് ബൈ എന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കണം. അതൊക്കെ മസ്റ്റായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ വല്ലവരും ഉണ്ടാക്കിയ സാധനത്തിൽ നമ്മൾ മാനുഫാക്ചറർ നമ്മുടെ അഡ്രസ്സ് കൊടുക്കരുത്. കാര്യം അത് പിന്നീട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പ്രോബ്ലം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ വലിയ വലിയ ബ്രാൻഡുകളുടെ കാര്യങ്ങൾ എടുക്കുക, പുറത്തിരുന്ന് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാകും കേട്ടോ, ഈ പക്ഷികളുടെയും കാക്കയുടെയൊക്കെ. ഇപ്പോൾ വലിയ വലിയ ബ്രാൻഡ്സുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബാക്ക് വശം നോക്കുകയാണെങ്കിൽ മാനുഫാക്ചർഡ് എന്ന് പറഞ്ഞിട്ട് വേറെ അഡ്രസ്സുകളൊക്കെ ഒരുപാട് കാണും. കാര്യം അത് വേറെ ആൾക്കാരായിരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത്, അവർ പാക്കിങ് മാത്രമായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ മാക്സിമം ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം ആദ്യം, എന്നിട്ട് ഇതിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അഡ്സീവിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുക. പിന്നെന്താണ്, കസ്റ്റമർ കെയർ നമ്പർ കൊടുക്കണം. അത് മസ്റ്റായിട്ട് കൊടുക്കേണ്ട കാര്യമാണ്. കാര്യം എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ പ്രോഡക്റ്റിന് ഉണ്ടെങ്കിൽ അത് അവർക്ക് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ മസ്റ്റായിട്ട് വേണം. നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഷോപ്പുകളിൽ സെല്ല് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ചെക്കിങ് വന്നു കഴിഞ്ഞാലും നമ്മളുടെ നമ്പർ മസ്റ്റായിട്ട് വേണം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒരു നമ്പർ വേണം. നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി നല്ല 2 വാക്ക് പറയാനൊരാൾ, ആൾക്കാർക്ക് നമ്പർ വേണം. അല്ലെങ്കിൽ ഇനി ആ സാധനം ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്പർ വേണം. അല്ല എന്തെങ്കിലും ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അറിയിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു നമ്പർ വേണം. ഇനി നമ്പർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ഒഫൻസാണ്. കാര്യം അത് എന്തോ കൺസ്യൂമർ നിയമമുണ്ട്, ഒരു കൺസ്യൂമർ എന്തോ ഒരു നിയമമുണ്ട് അതിന്. ഈ നമ്പേഴ്സ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവർ ആക്ഷൻ എടുക്കും അതിൻ്റെ പേരിൽ. അതുകൊണ്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന, വിളിച്ചാൽ കിട്ടുന്നൊരു നമ്പർ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ ലേബലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. പിന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ 100 ഗ്രാം ആണെങ്കിൽ 100 ഗ്രാം, 200 ഗ്രാം ആണെങ്കിൽ 200 ഗ്രാം, 250 ഗ്രാം ആണെങ്കിൽ അത് എത്രയാണ് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ അളവെന്ന് വെച്ചാൽ ആ അളവ് മെൻഷൻ ചെയ്തിരിക്കണം കറക്റ്റായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അളവിൽ കുറവുണ്ടാകാൻ പാടില്ല. ഒരു 2-3 ഗ്രാം കൂടിയാലും കുറവുണ്ടാകാൻ പാടില്ല. പിന്നെ വേണ്ടത് MRP ആണ് കേട്ടോ. മാക്സിമം റീറ്റെയിൽ പ്രൈസ് അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് എത്ര പ്രൈസ് വരുന്നത് റീറ്റെയിൽ, അതായത് സെല്ല് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു പ്രൈസ് അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. അടുത്തത് വേണ്ടത് മാനുഫാക്ചറിങ് ഡേറ്റ് ആണ്. മാനുഫാക്ചറിങ് ഡേറ്റും വേണം, എക്സ്പയറിങ് ഡേറ്റും വേണം. അത് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. എന്നാലേ ആൾക്കാർക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് അത് എത്ര നാൾ എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് നോക്കിയാലേ നമുക്ക് ഫുഡ് പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും മെൻഷൻ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ FSSAIൻ്റെ ലോഗോ വേണം. അതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള FSSAI രജിസ്ട്രേഷൻ നമ്പറും കൂടെ ആഡ് ചെയ്യണം. പിന്നെ അടുത്തത് വേണ്ടത് ബാച്ച് നമ്പറാണ് കേട്ടോ. ബാച്ച് നമ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബാച്ച് നമ്പർ നിങ്ങൾ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. കാര്യം നമ്മുടെ ഏതെങ്കിലും ഒരു ബാച്ചിന് എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാച്ചിൽ മുഴുവൻ സാധനങ്ങളും നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് ബാച്ചിലാണ് നമുക്കൊരു കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ബാച്ച് നമ്പർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളതെല്ലാം നമുക്ക് ഏതാണ് പ്രശ്നം പറ്റി നമുക്ക് അറിയാൻ പറ്റത്തില്ല. പ്രശ്നമൊന്നും ഒരിക്കലും പറ്റത്തില്ല. നമുക്കതൊക്കെ പോസിബിലിറ്റി ആണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പറ്റും എന്നുള്ള വിചാരിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ എന്താണെങ്കിലും നമ്മളിപ്പോൾ ഏത് ബാച്ചിലാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാച്ച് നമ്പർ നമുക്ക് മസ്റ്റായിട്ട് നമ്മുടെ പ്രോഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് ഉത്ഭവ രാജ്യം, അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞിരുത്തില്ല. അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിന് ഇപ്പം ഞാനിപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നെഴുതുന്ന പോലെ ഏതാണ് നിങ്ങളുടെ രാജ്യം എന്നുള്ളത് എഴുതി വയ്ക്കുക. പിന്നെ ലാസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഉപയോഗക്രമം.
എല്ലാത്തിനും ചിലപ്പോൾ ഒന്നും വേണ്ടി വരത്തില്ല, എല്ലാ പ്രോഡക്ട്സിനും ഉണ്ട് കേട്ടോ. പിക്കിൾസിനുണ്ടെന്ന് പറയാൻ കാര്യം ഇപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഒരുപാട് ആൾക്കാർ കമൻറ്റിലും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് പ്രിസർവേറ്റീവ് ചേർക്കുന്നുണ്ട്, പ്രിസർവേറ്റീവ് ചേർക്കാണ്ട് 1 ഇയർ ഒരിക്കലും നിങ്ങളുടെ പ്രോഡക്റ്റ് ഇരിക്കത്തില്ല എന്ന്. മാത്രമല്ല ഞാനിവിടെ നാട്ടിൽ കടകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഷോപ്പിൽ സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് ഒരിക്കലും 1 ഇയർ ഒന്നും പ്രിസർവേറ്റീവ് ചേർക്കാണ്ടിരിക്കത്തില്ല എന്ന്. ഇരിക്കും, നമ്മളത് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള കാര്യങ്ങൾ 1 ഇയറിൽ മുകളിൽ ഇരിക്കും, 1 ഇയർ വരെ നോക്കിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് 1 ഇയർ പറയുന്നത്. പക്ഷേ അതിന് കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ നിങ്ങളത് യൂസ് ചെയ്യുവാണെങ്കിൽ മാത്രമേ 1 ഇയർ വരെ ഇരിക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ തോന്നിയാസമൊക്കെ അത് യൂസ് ചെയ്തിട്ട് അയ്യോ 1 ഇയർ ഇരുന്നില്ല, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കുഴപ്പമാണെന്ന് പറയാൻ ഇടവരരുത്. അത് ഞാൻ പറഞ്ഞത് ഉപയോഗക്രമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. പിക്കിളിനാണെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുകളിലുള്ള ഓയിലിൻ്റെ ഒരു ലെയർ ഉണ്ടാകും പിക്കിളിൻ്റെ മുകളിൽ, അതങ്ങനെ തന്നെ നിങ്ങൾ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്യുക. ആദ്യം തന്നെ ഓയിലെല്ലാം എടുത്ത് കളയുകയോ അല്ലെങ്കിൽ കോരി ഉപയോഗിക്കുകയോ ചെയ്യരുത്. ഇങ്ങനെ നമ്മൾ സ്പൂൺ കൊണ്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം പിക്കിളെടുക്കാൻ. ആ ഓയിൽ ഇങ്ങനെ മുകളിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തത് നനഞ്ഞ സ്പൂൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നല്ല ഉണങ്ങിയ സ്പൂൺ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വെള്ളത്തിൻ്റെ ഒരു കോണ്ടാക്റ്റും പാടില്ല ഈ പിക്കിളുമായിട്ട്. പിന്നെ എന്താണ്, നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലിഡ് നല്ല ടൈറ്റായിട്ട് അടച്ച് വയ്ക്കുക, എയർ സർക്കുലേഷൻ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ്, അതായത് പിക്കിള് 1 ഇയർ വരെ ഇരിക്കും. എൻ്റെ പിക്കിൾ 1 ഇയർ വരെ ഇരിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണത്. പിന്നെ ഒരുപാട് ആൾക്കാർ ഞാൻ തർക്കിച്ചു, ഇതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഇതിൻ്റെ പ്രിസർവേറ്റീവിൻ്റെ കാര്യം. പ്രിസർവേറ്റീവ് ഞാൻ ഒരു പ്രിസർവേറ്റീവോ കളറോ ചേർത്തിട്ടില്ല, ഇതേവരെ ഒരു പ്രോഡക്റ്റിലും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, അപ്പം നിങ്ങൾ എങ്ങനെയാണ് അത് പ്രിസർവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുള്ളൂ. എൻ്റെ പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് വിനീഗർ മാത്രമാണ് പ്രിസർവേറ്റീവ്, അതായത് സോൾട്ടും വിനീഗറും മാത്രമാണ് നമ്മൾ പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സോ അഡിസീവോ കളറോ അങ്ങനെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഞാനത് നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. ഇതിൻ്റെ മേക്കിംഗ് സമയത്തൊന്നും നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നേ ഇല്ല, വെള്ളത്തിൻ്റെ ഒരു അംശം പോലും നമ്മുടെ പിക്കിൾസിലില്ല. അത് നമ്മൾ പിക്കിൾ മേക്കിംഗ് സമയത്തൊന്നും വെള്ളം നമ്മൾ യൂസ് ചെയ്യത്തില്ല, അതുകൊണ്ടാണ് നമ്മുടെ പിക്കിൾ 1 ഇയർ വരെ ഇരിക്കുന്നത്. ഇതാണ് അതിൻ്റെ രഹസ്യം. അപ്പം എല്ലാവരും അതാണ് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. പിന്നെ കുറച്ച് ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു ഐഡിയ പറഞ്ഞു തരുമോ ബിസിനസ് എന്ത് ചെയ്യണം എന്നുള്ളത്. എൻ്റെ ഐഡിയയിൽ നിങ്ങൾ ബിസിനസ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബിസിനസ് വിജയിക്കത്തുള്ളൂ. പിന്നുണ്ടല്ലോ, ഇപ്പോൾ ഒരാളെ വിളിച്ച്, ഇപ്പോൾ എന്നെ നിങ്ങൾ വിളിച്ച് സംശയം ചോദിക്കുന്നതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാ സംശയങ്ങളും ഏതാണ് ലൈസൻസ് വേണ്ടത്, ഏതാണ് മറ്റേത്, അങ്ങനെ എന്ത് വേണം, ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കണം, എത്ര വെള്ളം ചേർക്കണം, എത്ര ഇതിൻ്റെ റെസിപ്പി പറയുമോ, അങ്ങനെയൊന്നും അല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാനൊന്നും ഒരു മനുഷ്യനോട് പോലും ചോദിച്ചിട്ടില്ല. കാര്യം ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ നമുക്ക് പാസ് ചെയ്ത് തരുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് വിശ്വസ്തമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള ആൾക്കാരോടെല്ലാം ഞാൻ എനിക്കറിയാവുന്ന കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എല്ലാവരും അങ്ങനെ പറഞ്ഞു തരണമെന്നില്ല. ഇപ്പം എന്നോട് തന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, റിപ്ലൈ ചെയ്യുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, ഇത്രയും കാര്യങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ വന്ന് മറുപടി പറഞ്ഞു തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കാര്യം ഞങ്ങൾ ഒരുപാട് പേരോട് ചോദിച്ചു, ആരും പറഞ്ഞു തന്നിട്ടില്ല. പറഞ്ഞു തന്നില്ലെങ്കിൽ നല്ല കാര്യം പറഞ്ഞതില്ല. ഒരു റോങ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇൻഫർമേഷനെ കൊടുക്കാത്തതാണ് നല്ലത്. ചില ആൾക്കാർ റോങ് ഇൻഫർമേഷൻ കൊടുക്കും. നമ്മളെക്കാൾ നല്ലപോലെ വേറൊരാൾ ഉയർന്നു വരരുത് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇല്ലെന്നൊന്നും പറഞ്ഞാൽ ആരും വരണ്ട, ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ മാക്സിമം ചെയ്യേണ്ട ഇൻഫർമേഷനൊക്കെ എല്ലായിടത്തു നിന്നൊക്കെ കളക്ട് ചെയ്തോ, പക്ഷേ അതിലൊന്ന് മനസ്സിലാക്കി എടുക്കേണ്ട കഴിവ് നിങ്ങൾക്കാണ്. അത് സത്യമാണോ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം. അതിന് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സൈറ്റുകൾ, വെബ്സൈറ്റുകൾ കയറി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. അല്ലാതെ ഒരാളോട് പോയി ചോദിക്കുന്നേക്കാളും ഏറ്റവും നല്ല കാര്യം അതാണ്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈസൻസുകളെ പറ്റിയൊക്കെ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസ്, അത് മാത്രം ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസുകൾ ഒരുപാടുണ്ട്. അതെല്ലാം ഇരുന്ന് കാണുക. എല്ലാവരും ഒരേ കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ലൈസൻസ് എടുക്കുന്ന ഒരു അക്ഷയയിൽ പോയി തിരക്കുക. അവരെന്തായാലും നിങ്ങൾക്കൊരു റോങ് ഇൻഫർമേഷൻ തരത്തില്ലല്ലോ, അവിടെ പോയി തിരക്കി ചെയ്യുക. പിന്നെ മറ്റ് ലൈസൻസുകളെ പറ്റിയുള്ള വീഡിയോകളും വെബ്സൈറ്റുകളും ഉണ്ടോ, അവിടെ കയറി സെർച്ച് ചെയ്യുക. ഒരു ബിസിനസ് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യുകയാണ്. ഇപ്പോൾ എന്നെപ്പോലെ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഒരു വിരൽ കൊണ്ടൊന്ന് മൊബൈൽ തൊട്ടാൽ മതിയല്ലോ, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ വിരലിൻ്റെ തുമ്പത്ത് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 3-4 മാസത്തോളം രാവും പകലും ഇരുന്ന് ഇത്തരം സംരംഭങ്ങളെ പറ്റിയും മറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റുകളെ പറ്റിയും ലൈസൻസിനെ പറ്റിയും അങ്ങനെയുള്ള അത് മാത്രമാണ് ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ വരും. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് എൻ്റെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടൊരു ബിസിനസ് ചെയ്യുക. നന്നായിട്ട് ബേക്ക് ചെയ്യുന്നുണ്ടാവും, അപ്പോൾ ആ രീതിയിലുള്ളൊരു ബിസിനസ് ചെയ്യാം. ഇപ്പം ഞാൻ അച്ചാർ സംരംഭം തുടങ്ങി അത് വിജയിച്ചു എന്ന് വിചാരിക്കുക.
അത് കണ്ടുകൊണ്ട് നിങ്ങൾ അച്ചാർ തുടങ്ങി വിജയിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ മനുഷ്യർക്കും സ്കിൽസ് ഉണ്ട്. ഒരു മനുഷ്യനെയും ദൈവം ഒരു കഴിവില്ലാത്ത ഒരാളായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടാകത്തില്ല. ഒരു വേസ്റ്റായിട്ട് ഒരു മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടാകത്തില്ല. അപ്പം നിങ്ങളുടെ കഴിവ് എവിടെയാണെന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പാടാനായിരിക്കും അറിയുന്നത്. ആ രീതിയിൽ നിങ്ങളത് മാർക്കറ്റ് ചെയ്യണം. നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ അറിയായിരിക്കും, അപ്പോൾ അത് മാർക്കറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ എബിലിറ്റി എന്താണെന്ന് നോക്കുക. അതനുസരിച്ച് നിങ്ങളുടെ ബിസിനസ് ചെയ്യാൻ നോക്കുക. ഇപ്പം ഞാൻ നന്നായിട്ട് എൻ്റെ ബിസിനസ്, അതായത് എൻ്റെ പിക്കിൾ ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് വേറൊരാളും എന്നാൽ ആ പിക്കിൾ ബിസിനസ് നല്ല എന്താ പറയുക നല്ല സക്സസ് ആവുന്നൊരു കാര്യം ഞാനും അത് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് അറിയുന്നതെങ്കിൽ നിങ്ങളൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അപ്പുറത്തെ ഒരാൾ സ്റ്റിച്ചിങ് യൂണിറ്റ് ചെയ്ത് വിജയിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പോയി സ്റ്റിച്ചിങ് യൂണിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഞാൻ വിജയിക്കണമെന്നില്ല. കാര്യം എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, എനിക്ക് തയ്ക്കാനും അറിയത്തില്ല. അതൊരു ഒന്നാമത്തെ കാര്യം. പിന്നെ അതുപോലെ തന്നെ വേറൊരു ആൾ വിളിച്ചിട്ട് പറഞ്ഞാണ്, പുള്ളിക്കാരത്തി ഇപ്പോൾ ഓൾറെഡി എന്തൊക്കെ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അപ്പം ഇനി കൂടുതലായിട്ട് അതുകൊണ്ട് വലിയ ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് കുറേ പ്രോഡക്ട്സുകളൊക്കെ ഉണ്ടാക്കി വിൽക്കണമെന്നുണ്ട്. പക്ഷെ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളെ നിർത്തി ചെയ്യാനാണ് പോകുന്നത്. നല്ല കാര്യമാണ്. ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളെ നിർത്തി ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയണം. നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കരുത്. ഇപ്പോൾ പോട്ടെ, ഇനിയിപ്പോൾ ഞാൻ അച്ചാറാണോ ചെയ്യുന്നത്, ഞാനിപ്പോൾ അതിനെ വെച്ച് തന്നെ പറയാം. എനിക്ക് അച്ചാർ ഉണ്ടാക്കാൻ അറിയത്തില്ല. ഞാനിപ്പോൾ നന്നായിട്ട് അച്ചാർ ഉണ്ടാക്കുന്ന ഒരാളെ വിളിച്ചിട്ടാണ് ചെയ്യുന്നത്. 2-3 ദിവസം കഴിഞ്ഞ് നമ്മുടെ ബിസിനസ് ഒന്ന് ഡെവലപ്ഡ് ആയിട്ട് വരികയാണ്. നമ്മുടെ ആ ടേസ്റ്റും അതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ആൾക്കാർ വീണ്ടും വീണ്ടും ഓർഡർ തരുന്നുണ്ട്. പെട്ടെന്നൊരു സമയത്താണ് ഇവർ പറയുന്നത് ഇവർക്ക് ഇനി വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇനി ഇവരുണ്ടാവത്തില്ല, അല്ലെങ്കിൽ അവർക്ക് വേറൊരു ഫോമിൽ നല്ലൊരു ഫാമിലിക്ക് അവർക്ക് വേറൊരു ജോലി കിട്ടിയാൽ അവർ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് അവിടെ കൂടെ സ്റ്റോപ്പ് ചെയ്ത് പോകും. വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കരുത് നമ്മുടെ ബിസിനസ് റൺ ചെയ്യേണ്ടത്. നമ്മുടെ ബിസിനസ്സിൻ്റെ A to Z കാര്യങ്ങൾ നമുക്കറിയണം. അതിൻ്റെ ബില്ലിംഗ് അറിയണം, ലേബലിംഗ് അറിയണം, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, എത്ര അളവിൽ ചേർക്കണം, ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരാളെ വിളിക്കാം. അത് കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. എത്ര സ്റ്റാഫുകളെ വേണമെങ്കിലും നമുക്ക് നിർത്താം നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച്. പക്ഷേ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതൊരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കണമെന്നാണ് പറയുന്നത്. എല്ലാവരുടെ അടുത്ത് ഇൻഫർമേഷൻ ചോദിക്കുന്നതിന് പകരം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സൈറ്റുകൾ കയറി നിങ്ങൾ ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ബിസിനസ് ഞാൻ എന്ത് ബിസിനസ് ചെയ്യണമെന്ന് ചോദിക്കരുത്. അതൊരു മണ്ടത്തരം ചോദ്യമാണ് കേട്ടോ. ഞാൻ എന്ത് ബിസിനസ് ചെയ്യണമെന്ന് നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കല്ലേ അറിയുന്നത്. അപ്പോൾ നിങ്ങൾ വേറൊരാൾ, ഇപ്പോൾ എന്നോടൊന്നല്ല വേറെ ആരോടും ചോദിച്ചിട്ട് നിങ്ങളൊരു ബിസിനസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് കുറേ ഞാൻ പറഞ്ഞല്ലോ ഇത്തരം വീഡിയോസ് കാണുക. മാനുഫാക്ചറിങ് യൂണിറ്റുകളെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസുകളുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എൻ്റെ അഭിരുചിക്ക് പറ്റിയൊരു ബിസിനസ് ഇതാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പിന്നെ സെർച്ച് ചെയ്യാം. അടുത്തൊക്കെ അങ്ങനത്തെ ഫേമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ ഐഡിയാസ് കിട്ടും. പിന്നെ നമ്മളെ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വ്യാവസായിക വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ നേരത്തെ പോലെ നല്ല, ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവർ എന്ത് ഹെൽപ്പ് നമുക്ക് ചെയ്തു തരും. ഇപ്പോൾ വലിയ യൂണിറ്റായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ലോണും എല്ലാം അവർ നമുക്ക് ചെയ്തു തരും. ഞാനിപ്പോൾ ലോണൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അതുപോലുള്ള സപ്പോർട്ടുകളൊക്കെ വ്യാവസായിക വകുപ്പിൽ നിന്ന് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിലും നിങ്ങൾ വ്യാവസായിക വകുപ്പിൽ ചെന്നിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാം പറഞ്ഞു തരും. എന്ത് ലൈസൻസ് എടുക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും, അപ്പം നല്ലൊരു ആഗ്രഹമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. കുറേയൊക്കെ ഞാൻ കവർ ചെയ്തു. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നും നെഗറ്റീവായിട്ട് എടുക്കരുത് കേട്ടോ. ഞാനൊരു നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അല്ലാതെ എന്നോട് ഇനിയും ഇപ്പം ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും എനിക്ക് മെസ്സേജ് അയച്ചോ, ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടല്ല പറഞ്ഞത്. നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യണം. അല്ലാതെ ഒരാളെ മാത്രം വിളിച്ച് ചോദിച്ചാൽ അവരുടെ ഇൻഫർമേഷൻ കിട്ടിയിട്ട് നിങ്ങളോട് വെറുതെ ഇരുന്നാൽ, അല്ലെങ്കിൽ അത് കിട്ടിയിട്ട് മാത്രം നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്. എല്ലാ ഭാഗവും നോക്കണം. എല്ലാ അടുത്തും കിട്ടുന്ന അത്രയും ഇൻഫർമേഷൻസ് നിങ്ങൾ ശേഖരിക്കണം. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അങ്ങനത്തെ കുറേ വർക്കുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അല്ലാതെ ഇന്ന് വന്നിട്ട് നാളെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്. കാര്യം എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഒരു അബദ്ധം പറ്റിയിട്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം ഞാനൊരു നല്ല രീതിയിലേക്ക് വന്നത്. അതൊന്നും അറിയാതെ ചുമ്മാ ഒരു പേര് പോലും ആ ഒരു ഫേമിന് ചേർന്നൊരു പേര് പോലും അല്ലായിരുന്നു. ഇപ്പോൾ നല്ലൊരു പേര് കിട്ടി, നല്ലൊരു ലോഗോ കിട്ടി, നല്ലൊരു ലേബല് കിട്ടി, ആൾക്കാർക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആൾക്കാർ നല്ല റിവ്യൂസ് അയക്കുന്നുണ്ട്. ഞാൻ ഇടുന്ന ഷോർട്ട് വീഡിയോസിലെല്ലാം ഞാൻ ഇടാറുണ്ട്. പക്ഷേ അത് വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ എൻ്റെ ഷോർട്ട് വീഡിയോസ്. കാര്യം എല്ലാ ഓർഡറുകളും ഭയങ്കര ഹർബറി ആയിട്ട് വരുന്ന ഓർഡറുകളാണ്. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് മേക്ക് ചെയ്ത് പാക്ക് ചെയ്ത് അയക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമാണ് ഞാൻ വീഡിയോസ് എടുത്ത് ഇടാറുള്ളത്.
അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കാര്യം എനിക്ക് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ എൻക്വയറിക്ക് വിളിക്കുകയാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാര്യം നമ്മളിപ്പോൾ 2-3 പേരൊക്കെ അറിയുന്നുണ്ടല്ലോ, നമ്മുടെ ഫെയിം അറിയുന്നുണ്ടല്ലോ. കുഞ്ചൂസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. പ്രോഡക്റ്റൊക്കെ വാങ്ങിച്ചെന്ന് ഒരു പ്രാവശ്യമെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഒരുപാട് സ്നേഹത്തോടെ ദിസ് ഈസ് രേഖ ഫ്രം കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി.